MLA വരണമെന്ന ഒരു പരാമർശം ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളച്ചൊടിക്കാൻ മത്സരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു വളച്ചൊടിക്കൽ വികാരം അല്ലെങ്കിൽ വളച്ചൊടിക്കാനുള്ള ഒരു ത്വര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് പൊതുജനം മറു ചോദ്യമായി ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ശബരിമല ഉൾപ്പെടെയുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം കൊള്ളയടിക്കപ്പെട്ട പാരമ്പര്യമല്ലേ ഇവിടെയുള്ള സർക്കാരിനും പ്രതിപക്ഷത്തിനും ഉള്ളത് എന്ന് ജനം മറു ചോദ്യം ചോദിക്കുന്നു. ഇനി അങ്ങനെയൊന്ന് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ അവിടെ ഉള്ളിൽ ഭക്തിയുള്ള ഗുരുവായൂരപ്പനെ അറിയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം അറിയുന്ന ഒരു ഹിന്ദു വരണമെന്ന വളരെ നിഷ്കളങ്കമായ ഒരു പ്രസ്താവന, ഒരു വസ്തുത മാത്രമാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഇതുപോലെ ജനവിരുദ്ധ വികാരം ഉയർത്തിയിട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭക്തജനങ്ങൾ കടുത്ത ഭാഷയിൽ പ്രതികരണം നടത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഹിന്ദു MLA ഉണ്ടായില്ല? കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എന്റെ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അമ്പലക്കൊള്ളക്കാരുടെ തടവറയിലായ ഗുരുവായൂരിന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇന്നും 48% ഹൈന്ദവ ജനസംഖ്യയുള്ള ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഇല്ല. ഇടതിനും വലതിനും ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പോലും നിർത്തുന്നില്ല. ഒട്ടുചേർന്ന് കിടക്കുന്ന മലപ്പുറം ജില്ലയിലാവട്ടെ സംവരണ മണ്ഡലം ഒഴികെ ഒരിടത്തും വലതിന് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയില്ല. എന്താലേ മതേതര കേരളം! ഗുരുവായൂരിന്റെ പവിത്രമായ ഭൂമിയിൽ നിന്ന് അമ്പലക്കൊള്ളക്കാരെയും വർഗീയ മതരാഷ്ട്രീയവാദികളെയും ആട്ടി ഓടിക്കാനുള്ള സമയമായി. അതിനുള്ള നിയോഗം എനിക്കാണ് കിട്ടിയത്. ഈ മണ്ണിൽ നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ എന്നും വീഡിയോയ്ക്കൊപ്പം ബി ഗോപാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. ഗുരുവായൂരിൽ ഹിന്ദു MLA വരണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വൈകാരികമായ കുറിപ്പോടെയായിരുന്നു ഫേസ്ബുക്കിൽ തന്റെ പുതിയ ദൗത്യത്തെക്കുറിച്ച് പ്രതികരിച്ചത്. കൊടുങ്ങല്ലൂരിന്റെ കാവിമണ്ണിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ഗുരുവായൂരപ്പന്റെ പുണ്യഭൂമിയിലേക്കുള്ള ഈ മാറ്റം ഒരു നിയോഗമായി കാണുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ആഗ്രഹിച്ചത് കൊടുങ്ങല്ലൂരിന്റെ കാവിമണ്ണിൽ, നിയോഗം ഗുരുവായൂരിന്റെ പുണ്യഭൂമിയിലേക്ക്. വികസിത ഗുരുവായൂരിനായി എല്ലാവരും ഒപ്പമുണ്ടാകണം. ബി ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണിത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹവുമായി ഗുരുവായൂരിലെത്തുന്ന തനിക്ക് മണ്ഡലത്തിലെ വോട്ടർമാരെയും പാർട്ടി പ്രവർത്തകരെയും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് പ്രധാന ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഗുരുവായൂരിൽ BJP കളമൊരുക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.